അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തിയതാട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഫുൾ വീഡിയോ കാണിക്കുന്നു വിചാരിക്കുന്നു. വീടിൻ്റെ ഫോട്ടോ മാത്രമല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ, ഇതാണ് വീട്. പഴയ വീടാണ്. ഇപ്പം നാശനഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഹൈ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടിയുടെ ശബ്ദം കേട്ടാട്ടോ. അപ്പോൾ എന്താ വലിയൊരു കാവാട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അതിൻ്റെ വേരുകൾ വന്ന് നിലത്ത് കിടന്നിട്ട് ഉണ്ടോ വലിയ വേരോളാ. ഇനി ഇവിടെ ഇപ്പം ഇപ്പുറത്തേക്ക് എടുക്കും കണ്ടോ. ഇതൊക്കെ ഇത്രയും നീണ്ടേക്കും. അതിനാണ് വിളക്ക് വെക്കണത്. ആ നിൽക്കുന്നത് മൊത്തം മഞ്ചാടിയുടെ ചെടിയാട്ടോ. മഞ്ചാടി ചെടിയല്ല, മരം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുളമാണ് കേട്ടോ. ഇത് മൊത്തം കാവിനോടനുബന്ധിച്ചിട്ട് കിടക്കുന്ന ചെടികളാണ്. ഇതാണ് കുളം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ മണ്ണൊക്കെ വന്ന് ഒലിച്ച് വന്നിട്ട് മൂടിയിട്ട് ഇങ്ങനെ ആയതാട്ടോ. ഇപ്പോൾ ഇങ്ങനൊരു കുളം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ നിൽക്കുന്നതൊക്കെ നമ്മളെ ഈ ബൊക്കയിലൊക്കെ വെക്കില്ലേ, അതിൽ വെക്കുന്ന ഒരു തരം പൂവുണ്ട്, വാഴ പൂവെന്ന് പറയും. അപ്പം അതിൻ്റെ ചെടിയാണ്, നിറച്ചാണ്. ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ പറമ്പ് മൊത്തം നിറയെ. എന്നിട്ട് അത് എല്ലാതും വെട്ടിക്കളഞ്ഞേക്കുക. പക്ഷെ വെട്ടിക്കളഞ്ഞോടത്ത് ഒരു കാര്യമില്ല, വെട്ടിക്കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. താഴത്ത് കിഴങ്ങുണ്ടാവുക. പിന്നെ ഈ ഒരു മൂല ഉണ്ടല്ലോ, ഇവിടെയാണ് നിറച്ച് കൂണുണ്ടാവുക. മഴ പെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഉണ്ടാവണമെന്നാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് ആ കാണുന്നതൊക്കെ മാവ്, അതുപോലെ തന്നെ പ്ലാവ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മൊത്തത്തിൽ മഴ ഒരു സീസൺ ആയതോട് കൂടിയിട്ട് ആകെ ഈ പുല്ലൊക്കെ വളർന്ന് നാശകോശമായി കിടക്കുകയാണ്. പിന്നെ വീടും അതേ നല്ല നാശകോശമായിട്ട് തന്നെ കിടക്കുന്നു കേട്ടോ. അകലെന്ന് കാണുമ്പോഴുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, അടുത്തേക്ക് വന്നാൽ വളരെ കഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വരുന്നത്. പ്രകൃതി രമണീയാണ് കേട്ടോ. ഫുൾ